കഥാപ്രസംഗ ലോകത്ത് അധികായകന്മാരുടെ കഥ കേട്ടിട്ടുള്ള നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വളരെ മനോഹരമായ ഒരു കഥ പറയാൻ ഒരു കാതീനത വന്നു നിൽക്കുകയാണ്. പല പല രാത്രി കുത്തിയിരുന്നിട്ട് എഴുതിയ കഥയാണ്. കട്ടൻ കാപ്പി കുടിച്ച് ഞങ്ങൾ പഠിച്ച കഥയാണ്. വീണ്ടും നിങ്ങളോ? ഈ നാട്ടില് കാറിൽ ലോറി ഓട്ടുന്ന ഡ്രൈവർമാരും പാടും കിട്ടും. പക്ഷേ നമ്മളെ ആ വകുപ്പല്ല, നമ്മളെ കുറച്ച് കാത്തിരിക്കേണ്ടൊക്കെ വരും. പ്രിയമുള്ളവരെ, കഥാപ്രസംഗ പരിപാടി ആരംഭിക്കുകയാണ്. ഇത് വളരെ പ്രമാദമായ ഒരു വകുപ്പാണ് ഭരണഘടനയിലെ ഒന്നാമത്തെ ക്ലോസ്. ഞങ്ങളുടെ കഥ കേട്ടാലും ഞങ്ങളെ കല്ലിനെറിയല്ലേ, കല്ലിനെറിഞ്ഞ് ഞങ്ങളുടെ മൊത്തം പല്ല് തകർക്കരുതേ. തെറ്റും കുറ്റവും വന്നാൽ ഉടനെ നടുവിനിടിക്കല്ലേ. ഒരു നേരത്തെ ആഹാരത്തിന് പഠിച്ച കഥയാണ് ഞങ്ങൾ, പഠിച്ച കഥയാണ് ഞങ്ങൾ, പഠിച്ച കഥയാണ്. വളരെയധികം തർക്കങ്ങളും സുപ്രീം കോടതി വരെ അത് സംബന്ധിച്ച് വിശദീകരണവും കൊടുത്തിട്ടുള്ളതാണ് മലങ്കര സഭയിലെ ഭരണഘടനയുടെ ആദ്യത്തെ ക്ലോസ്. മനസ്സിലായി. തുടങ്ങിയിട്ടില്ല അരുമ്പേ കൂകല്ലേ, എതിർ കക്ഷിക്കാരാ. ആയിക്കോട്ടെ, എപ്പോഴും ഉണ്ടാവും. ഞാൻ ഒന്നാമത്തെ ക്ലോസ് എന്താണെന്ന് പറയുകയാണ്, നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഇപ്പൊ ശരിയായിട്ട് ഡീസൽ കൊണ്ടുപിടിക്കും. ഡീസൽ ഇപ്പൊ നിറച്ചിട്ടേ ഉള്ളൂ. എന്നാ ഇപ്പൊ ശരിയായിട്ട് എഴുതുന്നതിന് മുമ്പ് ഒരു കാര്യം, ഒരു ഭരണഘടന ഒരു പ്രസ്ഥാനത്തിന് ഉണ്ടാക്കുമ്പോൾ ആദ്യമേ പറയുന്നത് ഡെഫിനിഷനാണ്. എന്താണ് മലങ്കര സഭ എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അതിന്റെ നിയമാവലി എഴുതുന്നത്. ഒരു ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഉത്തരവാദിത്തം. പ്രഖ്യാപനം, ഡെഫിനിഷൻ എന്ന ഹെഡിങ്ങിൽ ഒന്നാമത്തെ ക്ലോസിൽ എഴുതിയിരിക്കുന്നു. മലങ്കര സഭ എന്താണെന്ന് പറയുന്നത് രണ്ട് ക്ലോസുകളിലാണ്. ഒറ്റ ക്ലോസിൽ പറയാൻ പ്രയാസമാണ്. എല്ലാം ഒന്നാണല്ലോ. ഒന്നല്ല രണ്ടാ. മലങ്കര സഭ ഒരു ഹൈഫൺ അതോടെ വേണം, കാരണം മലങ്കര സഭ എന്താണെന്ന് പറയുന്നത് നമുക്ക് സാവധാനം വെളുപ്പിച്ചെടുക്കാം. മലങ്കര സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗവും ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ അന്ത്യോക്യ പാത്രിയർക്കീസുമാകുന്നു. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ക്ലോസ് ഇതിന്റെ തുടർച്ചയാണ്. രണ്ടാമത്തെ രണ്ടും കൂടെ ചേർന്നാലേ പൂർണ്ണമാകും. തിരക്ക് വേണ്ട, നിങ്ങൾ സമയമെടുത്ത് ആലോചിച്ചിട്ട് മതി. മലങ്കര സഭ ഒരു ഹൈഫൺ മാർ തോമാ ശ്ലീഹായാൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതും പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നതും പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ കാതോലിക്കായി മാറുന്നു. ഉത്തരം പറ. ഇനി ഈ രണ്ട് വാചകങ്ങളിൽ പറയുന്ന പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ നിങ്ങൾ ആ ഭരണം എഴുതിയ ക്ലോസ് നോക്കിക്കോ. ഈ 2 ക്ലോസിലായി 5 കാര്യങ്ങൾ ഞാൻ ക്രമപ്രകാരം പറയുകയാണ്. ക്രമപ്രകാരം എന്ന് പറഞ്ഞാൽ മനസ്സിലാകാൻ പാടില്ല. 1, മലങ്കര സഭ സ്ഥാപിച്ചത് മാർ തോമാ ശ്ലീഹയാണ്. ഇല്ലേ? ഉണ്ടല്ലോ അതിനകത്ത്. 2, മലങ്കര സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗമാണ്. 3, മലങ്കര സഭ പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ ഉൾപ്പെട്ടിരിക്കുന്നതാണ്. 4, ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ അന്ത്യോക്യ പാത്രിയർക്കീസാണ്. 5, പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ കാതോലിക്കയാണ്. ഈ 5 കാര്യങ്ങളാണ് ഈ 2 ക്ലോസിൽ ഉള്ളത്. ഒന്നാമത്തെ ക്ലോസിലേക്ക് വരാം. മാർ തോമാ ശ്ലീഹ സ്ഥാപിച്ചത് സംശയമില്ല. സംശയമൊന്നുമില്ലല്ലേ? രണ്ടാമത്തെ ക്ലോസിലേക്ക് വരാം. മലങ്കര സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗമാണ്. ഇതാണ് ഭരണഘടനയിലെ പിതാക്കന്മാർ ചെയ്ത വണ്ടർഫുള്ളായ ഒരു പദപ്രയോഗം. പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ്. അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. ഈ കൈ എന്റെ ശരീരത്തിന്റെ ഒരു വിഭാഗമാണ്. നിങ്ങൾ സമ്മതിക്കോ ആ വാചകം ശരിയാന്ന്? സമ്മതമാണോ? അല്ല, സമ്മതമല്ലേ? അല്ല, അതല്ല, അല്ലേ? ഭാഗമാണെന്ന് പറഞ്ഞാൽ ശരിയാവുമെന്ന് പറഞ്ഞവര്. വിഭാഗമല്ല ആണോ? എടോ, സമ്മതമാണോ അല്ലേ? കൈ എന്റെ ശരീരത്തിന്റെ ഒരു വിഭാഗമാണോ? പറയൂ. സമ്മതമാണ്. നശിപ്പിച്ച് കുഴപ്പമായ നീ എന്തിനാണ് സമ്മതമാണെന്ന് പറയാൻ പോയി? കൈ എന്റെ ശരീരത്തിന്റെ ഒരു വിഭാഗമാണോ? സമ്മതമല്ല. അല്ല, പിന്നെ എന്താണ്? ഭാഗമാണ്. വിഭാഗം എന്നുള്ള ഇംഗ്ലീഷ് എന്താണ്? കോട്ടെ, ഭാഗം എന്നുള്ള ഇംഗ്ലീഷ് എന്താണ്? ബിരിയാണിയുടെ പാർട്ട്. കൈ എന്റെ ശരീരത്തിന്റെ പാർട്ടാണ്, ഒരു കുഴപ്പമില്ല, ശരിയാ. വിഭാഗം എന്നുള്ളത് ഇംഗ്ലീഷ് എന്ത് പറയാം? വീട്ടിൽ ഞങ്ങൾ ഇംഗ്ലീഷിലെ പേശാറുള്ളൂ. ഡിവിഷൻ. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം?
ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. സ്റ്റാൻഡേർഡ് 7 A ഡിവിഷൻ, B ഡിവിഷൻ. മനസ്സിലാവുന്നുണ്ടാവല്ലോ? അഞ്ജലിക്ക് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പറയണം കേട്ടോ. എല്ലാവരും കേൾക്കാനാ പറയുന്നത്. മനസ്സിലായില്ലെങ്കിൽ പറയണം. A ഡിവിഷൻ എന്ന് പറയുന്ന ക്ലാസ് ഒരു സെപ്പറേറ്റ് ക്ലാസ് ആണ്. അതിന് സെപ്പറേറ്റ് ടൈം ടേബിൾ ഉണ്ട്, അതിന് ക്ലാസ് ടീച്ചർ ഉണ്ട്. B ഡിവിഷൻ എന്ന് പറയുന്നത് മറ്റൊരു ഡിവിഷനാണ്, അതിന് ക്ലാസ് ടീച്ചർ ഉണ്ട്, അതിന് ടൈം ടേബിൾ ഉണ്ട്. പക്ഷെ പഠിപ്പിക്കുന്ന മാറ്റർ ഒന്ന് തന്നെയാണ്. 2 ക്ലാസ്സാണ്, 2 ക്ലാസ്സിലും പഠിപ്പിക്കുന്നത് ഒരേ മാറ്ററാണ്. പരീക്ഷ പാസ്സായാൽ 2 പേരും പാസ്സാകുന്നത് 7ാം ക്ലാസ്സാണ്. ഇത് നാം മനസ്സിലാക്കണം. അതിന് പകരം നമ്മുടെ ആളുകൾ അവർ പറയുന്നത് കേട്ട് ഏറ്റുപാടി. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഈ അത്താനാസ് സിനിമ എഴുതിയ പുസ്തകത്തിലെ വാചകം ഞാൻ പറയാം. മലങ്കര സഭ ആഗമാന സുറിയാനി സഭയുടെ ഒരു ഭാഗവും. എവിടെ പോയി നോക്കണം അർത്ഥം. ആഗമാന സുറിയാനി സഭയുടെ തലവൻ അന്ത്യോക്യ പാത്രിക്കീസുമാകുന്നു. ആഗമാനത്തിന്റെ ഭാഗമാണ് മലങ്കര സഭ. ആഗമാനത്തിന്റെ തലവൻ അന്ത്യോക്യ പാത്രിക്കീസ് ബാവയാണെങ്കിൽ മലങ്കര സഭയുടെ തലവനാരാ? വാചകം അങ്ങനെയാണെങ്കിൽ ചോദ്യം ശരിക്ക് കേൾക്കൂ. ആഗമാന സഭയുടെ ഭാഗമാണ് മലങ്കര സഭ. ആഗമാന സഭയുടെ തലവൻ അന്ത്യോക്യ പാത്രിക്കീസുമാണെങ്കിൽ മലങ്കര സഭയുടെ തലവനാരാ? അന്ത്യോക്യ പാത്രിക്കീസ് വരും. ഭരണഘടനയിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ സമ്മതിച്ചേ പറ്റു വെച്ചാൽ ഇവിടെ 10 രൂപയുടെ ഭരണഘടന ഇഷ്ടംപോലെ ഇരിപ്പുണ്ടാവും. ഇതിലൊരു വാക്കിന് വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങളുടെ കാല് കഴുകി ഞാൻ വെള്ളം കുടിച്ചിട്ടേ നാട്ടിൽ പോകണുള്ളൂ. ഇത് പറയുന്നത് കൊണ്ടാണ് ഇടയനാലിച്ചനെ കേൾക്കരുത് എന്ന് അവർ പഠിപ്പിക്കുന്നത്. ഭാഗം വേറെ, വിഭാഗം വേറെ. സുപ്രീം കോടതി ജഡ്ജ്മെന്റിൽ ഈ കാര്യം വളരെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ദി ഓർത്തഡോക്സ് സിറിയൻ ചർച്ച്, മലങ്കര ചർച്ച് ഇസ് എ ഡിവിഷൻ ഓഫ് ദി ഓർത്തഡോക്സ് സിറിയൻ ചർച്ച്. മർത്തോമ സഭ ഒരു ക്രിസ്തീയ സഭ ഡിവിഷനാണ്, നമ്മുടെ സഭയുടെ ഭാഗമല്ല. ഡിവിഷൻ എന്ന് പറയുന്നതിന് പ്രത്യേകമായൊരു എക്സിസ്റ്റൻസ് ഉണ്ട്, നിലനിൽപ്പുണ്ട്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഭരണഘടനയുടെ 1ാം ക്ലോസിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി, നല്ല മൂട് പറവച്ച. ഭരണഘടനയുടെ പ്രയാമ്പിൾസ്, അതിലെ ഫസ്റ്റ് പ്രയാമ്പിളില് അത് ഉണ്ടെങ്കിൽ എടുത്ത് നമുക്ക് നോക്കാം. മുഴുവൻ കള്ള ലക്ഷണം, എന്നിട്ട് വേഷം കണ്ടില്ലേ? മലങ്കര സഭ അല്ലേ? മലങ്കര സഭ ഓർത്തഡോക്സ് സിറിയൻ സഭയുടെ ഒരു വിഭാഗമാണ് എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. എന്താ പ്രത്യേകിച്ച് അർത്ഥമില്ലാത്ത അർത്ഥം പറയടാ. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിലെ ഒന്നാണ് മലങ്കര സഭ. ഏതു നേരത്താണാവോ, ഏതു നേരം കെട്ട നേരത്താണാവോ ആ കോളെടുക്കാൻ തോന്നിയത്? ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിലെ ഒന്നാണ് മലങ്കര സഭ. തീർന്നോ? വേണമെങ്കിൽ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് പറയാം. ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷന്മാരെ പാത്രിയർക്കീസ്മാരെന്ന് വിളിക്കുന്നു. വിശ്വസിച്ചേ പറ്റൂ. ഈ അസുഖത്തിന്റെ മെഡിക്കൽ നെയിം പോളിസൈത്തീമിയ റുബ്രാവീര എന്നാണ്. ഇനി രാവണന്റെ വരവാണ്. എന്താണ് ഭാഗം, എന്താണ് വിഭാഗം? മലങ്കരയിലെ സഭ സുറിയാനി സഭയുടെ ഭാഗമല്ല, അതൊരു വിഭാഗമാണ്. ഇത് ആവർത്തിച്ച് ഈ ഇന്ത്യൻ ഓർത്തഡോക്സുകാർ അവരുടെ അനുയായികളെ പറഞ്ഞു പഠിപ്പിക്കുന്നു. അപ്പം പാർട്ട് ആൻഡ് ഡിവിഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയാം. ഭാഗം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് എന്ന് പറയും. ഇറ്റ്സ് നോട്ട് എ പാർട്ട്, ഇറ്റ്സ് എ ഡിവിഷൻ. എന്താണ് ഈ പാർട്ടും ഡിവിഷൻ? ഭാഗവും വിഭാഗവും തമ്മിൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? നിങ്ങളൊരു കേക്ക് മേടിക്കുക, ആ കേക്കിന്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂലയിലൊരു മുന്തിരിങ്ങ ഇരിക്കുന്നുണ്ട്, അത് കേക്കിന്റെ ഒരു ഭാഗമാണ്. അവിടെ നിങ്ങൾ ആ കേക്കിനെ 8 കഷ്ണമായിട്ട് മുറിച്ചു കഴിഞ്ഞിട്ട് ആ മുന്തിരിങ്ങ ഇരിക്കുന്ന ഭാഗം മാറ്റി കഴിയുമ്പോൾ അത് ആ കേക്കിലെ ഒരു വിഭാഗമാണ്. കാരണം വിഭജിക്കപ്പെട്ട ഭാഗം, വിഘടിക്കപ്പെട്ട ഭാഗം എന്ന് വേണം വിഭാഗം എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തമായിട്ട് അതിനെ മാറ്റി നിർത്താൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും, വേർതിരിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. അല്ലാതെ അതൊരിക്കലും ഈ കേക്കിന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റുന്നത് കൊണ്ട് അത് കേക്കിന്റെ ഭാഗം അല്ലാതെ വരുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഒരു കേക്ക് മേടിച്ചു വെച്ചു, അത് മുറിച്ചു, ആ ഒരു കഷ്ണം നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ അത് തിന്നിട്ട് പറയാണ് ഞാൻ തിന്നുന്നത് കേക്കല്ല, കേക്കിന്റെ ഒരു ഭാഗമല്ല, ഇത് കേക്കിന്റെ ഒരു വിഭാഗമാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പൊ സുറിയാനി സഭയുടെ ഭാഗം ആയിരുന്നു മലങ്കരയിലെ സഭ, ഇപ്പൊ അത് വിഭാഗമാണ്. പക്ഷെ ഇതിപ്പം നമ്മൾ കഴിക്കുന്ന കേക്ക് എങ്ങനെയാണ്? ആ കേക്കിന്റെ അതേ ടേസ്റ്റ് ആണ്, അതേ നിറമാണ്, അതേ ഘടകങ്ങളാണ് അതിലുള്ളത്, കണ്ടൻസ് എല്ലാം സെയിം ആണ്. അപ്പൊ വിഭാഗം എന്ന വാക്ക് അല്ലെങ്കിൽ ആ പ്രയോഗം നമുക്ക് വളരെ പരിചിതമാണ്. ഡിവിഷൻ, ഇപ്പം നമ്മളൊരു കമ്പനിക്ക് ഡിവിഷൻസ്, മാർക്കറ്റിംഗ് ഡിവിഷൻ, സെയിൽസ് ഡിവിഷൻ, അല്ലെങ്കിൽ HR ഡിവിഷൻ എന്നൊക്കെ പറയാണ്. ഹ്യൂമൻ റിസോഴ്സസ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ്, സെയിൽസ്, മെയിൻ്റനൻസ് ഡിവിഷൻ,
സർവീസ് ഡിവിഷൻ. ഇപ്പം നമ്മളിപ്പോൾ ഒരു കാർ ഡീലറിന്റെ സർവീസ് ഡിവിഷൻ, സർവീസിന്റെ ഡിവിഷൻ ഉണ്ട് അവിടെ. ഇന്ത്യൻ ആർമി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ ആർമിക്ക് ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വിഭാഗമാണ്. അപ്പൊ ആ ഡിവിഷൻ പറയുകയാണ് ഞങ്ങൾ ആർമിയുടെ ഭാഗമല്ല, ഇതൊരു ഡിവിഷനാണ്. ഒരു ലഫ്റ്റനന്റ് ജനറലിന്റെ നേതൃത്വത്തിൽ ഡിവിഷൻസ് കാണും. ഒരു 15,000-20,000 പേര് മിലിറ്ററി ഒക്കെ അവിടെ കാണും. അതുപോലെ തന്നെ ആർമിയിൽ നമ്മൾ ഇൻഫൻട്രി ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലാൾപ്പടയാണ്. നമ്മൾ കാലാളുകൾ ആണ്, ഫുഡ് സോൾജിയേഴ്സ് എന്ന് മലയാളത്തിൽ പറയും. പിന്നെ നമുക്ക് ആർമേഡ് ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാങ്കും കവചിത വാഹനങ്ങളും ഒക്കെ പോകുന്ന ഡിവിഷനാണ്. പിന്നെ മൗണ്ടൻ ഡിവിഷൻ ഉണ്ട്. മൗണ്ടൻ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള, ഈ ശ്വാസം പിടിക്കാനും ഉയർന്ന സ്ഥലങ്ങളിൽ ശ്വാസം കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ലഡാക്ക് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലുള്ള മൗണ്ടൻ ഡിവിഷനാണ് അവിടെ നിൽക്കുന്നത്. അതുപോലെ ആർട്ടിലറി ഡിവിഷൻ ഉണ്ട്, വളരെ ശക്തമായ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റാപ്പിഡ് ഡിവിഷൻ, സ്ട്രൈക്ക് ഡിവിഷൻ, ഇങ്ങനെ ആർമിയിൽ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. അപ്പൊ ഈ ഡിവിഷൻസിലുള്ളവരെല്ലാം പറയുകയാണ് ഞങ്ങൾ ആർമിയുടെ ഭാഗമല്ല, ഞങ്ങളൊരു ഡിവിഷനാണ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം പരിഹാസ്യമായിരിക്കും. അപ്പോ ഈ ഇന്ത്യൻ ഓർത്തഡോക്സുകാർ അവകാശപ്പെടുന്നത് മലങ്കരയിലെ സഭ സുറിയാനി സഭയുടെ ഒരു ഡിവിഷനാണ് എന്നാണ്. മലങ്കര സഭ സുറിയാനി സഭയുടെ ഒരു ഡിവിഷൻ ആകുന്നത് കൊണ്ട് അത് സുറിയാനി സഭയുടെ ഭാഗം അല്ലാതെ ആകുന്നില്ല. അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഭാഗമായിരിക്കുന്ന ഒന്നിന് മാത്രമേ ഡിവിഷനായി മാറാൻ കഴിയുകയുള്ളൂ. ഭാഗമല്ലെങ്കിൽ അതിന് ഡിവിഷൻ ആകാൻ കഴിയില്ല. നിങ്ങൾ ചിന്തിക്കുക. കാരണം നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞു പറ്റിക്കുന്നു എന്ന് അറിയുക. പറഞ്ഞത് കേരളത്തിലെ പൂർവിക സഭ യാക്കോബായ സഭയാണ്, വേറൊരു സഭയല്ല. ഇതാണ് യാഥാർത്ഥ്യം. ആ സഭയുടെ ഒരു ഇൻഡിവിസിബിൾ പാർട്ടാണോ ഡിവിസിബിൾ പാർട്ടാണോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. ഇറ്റ് വാസ് എ ഡിവിസിബിൾ പാർട്ട്. സോ നമുക്ക് മലങ്കര സഭയെ അതിൻ്റെതായ വ്യക്തിത്വത്തിലും നമുക്ക് തിരിച്ച് അറിയാൻ പറ്റുന്നു. പക്ഷെ സുറിയാനി സഭയുടെ ഭാഗമല്ലാതെ ആകുന്നില്ല. അപ്പൊ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഭാഗത്തെ, വേർതിരിക്കാൻ പറ്റുന്ന ഒരു ഭാഗത്തെയാണ് വിഭാഗം എന്ന് പറയുന്നത്. അല്ലാതെ ഇന്ത്യൻ ഓർത്തഡോക്സിലെ പണ്ഡിതന്മാർ പറയുന്ന പോലെ അതൊരു വിഭാഗമാണെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വിജയാഹ്ലാദത്തിലുള്ള ഒരു ചിരിയുണ്ട്. എനിക്കിത് ഇതുവരെ മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഇന്ത്യൻ ഓർത്തഡോക്സിലെ പണ്ഡിത കുണ്ഡിത ശിരോമണികൾ, അതുപോലെ ഫേസ്ബുക്ക് കൂലി തൊഴിലാളികൾ, അവര് ഇതിന് വിശദീകരണം കൊടുക്കുക. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നിങ്ങൾ വലിയൊരു അബദ്ധത്തിലാണ് പെട്ടിരിക്കുന്നത്. നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ ഒത്തിരി പോരാളികളുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പൈതൃകത്തെ, നിങ്ങളുടെ പാരമ്പര്യത്തെ, നിങ്ങളുടെ തനിമയെ, നിങ്ങളുടെ സ്വത്വത്തെ മനസ്സിലാക്കുക. എന്നോട് പറഞ്ഞിട്ടുണ്ട് അച്ഛന്മാര്, ഞാൻ ക്ലാസ് എടുക്കാനൊക്കെ ചെല്ലുമ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പിതാക്കന്മാർക്ക് ചില അബദ്ധമൊക്കെ പറ്റി. എന്ത് ചെയ്യാൻ പറ്റും? പിതാക്കന്മാർക്കാണോ അബദ്ധം പറ്റിയത്, നമുക്കാണോ? പറ. അപ്പോഴും പറയില്ല. നമുക്കാണ്. നമ്മളത് പഠിച്ചിട്ടില്ല, വായിക്കുകയില്ല. എന്നിട്ട് വല്ലവരും പറയുന്നത് കേട്ടിട്ട് പറയും പിതാക്കന്മാർക്ക് അബദ്ധം പറ്റി, പാവം മൺമറിഞ്ഞു പോയ പിതാവിനാണ് ഇപ്പോഴും കുറ്റം, ഈ വായിക്കാത്ത പുത്രനല്ല.